ഹലോ എവ്രിവൺ. നിങ്ങളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിങ്ങളെ വിളിച്ചിട്ട് ഒരുപാട് നാളായി. ഒരു ദിവസം നിങ്ങൾ ഓർക്കുകയാണ്, ആ വ്യക്തി എന്താണ് എന്നെ വിളിക്കാത്തത്, കുറെ നാളായല്ലോ എന്നെ വിളിച്ചിട്ടെന്ന്. ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് വരികയാണ്. പലപ്പോഴും നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ് ഇതല്ലേ. അല്ല എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മേലാഴികയോ അല്ലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വരികയാണ്. ആ സമയത്ത് നിങ്ങളുടെ അടുത്തില്ലാത്ത നിങ്ങളുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫ് ആരെങ്കിലും നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള പല പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോകാറുണ്ട് അല്ലെ. പലപ്പോഴും നമ്മളൊക്കെ തന്നെ അത്ഭുതപ്പെടാറുണ്ട്, എന്താണ് ഇങ്ങനെ, ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് എങ്ങനെ മനസ്സിലായി എന്നല്ലേ. ഇതിന് പറയുന്ന പേരാണ് ടെലിപ്പതി എന്ന്. യഥാർത്ഥത്തില് റിസർച്ചില് ഇപ്പോഴും ഇരിക്കുന്ന ഒരു വിഷയമാണ്, ഇൻ റിസർച്ച് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടെലിപ്പതി. എവിഡൻസുകൾ ഒന്നും തന്നെ ടെലിപ്പതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടില്ല എങ്കിലും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. എന്താണ് ഈ ടെലിപ്പതി എന്ന് പറഞ്ഞാൽ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബ്രെയിൻ ടു ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ടെലിപ്പതി എന്ന് പറയുന്നത്. അവിടെ നമ്മളുടെ സെൻസ് ഓർഗൻസോ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ അല്ലാതെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സംസാരമോ ഒന്നും തന്നെ അവിടെ യൂസ് ചെയ്യുന്നില്ല. ഇനിയും ഈ ടെലിപ്പതിയെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് ഒരു ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നുണ്ട്. ചില വ്യക്തികൾ പറയുന്നു ടെലിപ്പതി എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ട്, ചിലർ പറയുന്നു ഇല്ല. എന്തൊക്കെയായാലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ചിൽ ഇരിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിന് അർത്ഥം അത് നിലവിലില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതും നിഗൂഢതയുമായിട്ടുള്ളത് ഈ ലോകത്തുണ്ടല്ലേ. നമുക്ക് വേണമെങ്കിൽ ടെലിപ്പതിയെയും ഈ കാറ്റഗറിയിൽ പെടുത്താം. ഒരിക്കലെങ്കിലും നമ്മളുടെയൊക്കെ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും കോൺഷ്യസ് ആയിട്ട് നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഈ ടെലിപ്പതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു തവണ ചെയ്തിട്ട് ഞാൻ വിചാരിച്ച അതുപോലെ മെസ്സേജ് കൺവേ ചെയ്യാൻ സാധിച്ചില്ല, അല്ലെ ആള് വിളിച്ചില്ല, ആളോട് ഞാൻ മനസ്സിൽ പറഞ്ഞ ആ മെസ്സേജ് ആക്കി എത്തിയില്ല എന്നോർത്ത് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സക്സസ് ആകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ ടെലിപ്പതിയെ കുറിച്ച് പറയുന്നത്. ഈ ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആർക്കാണോ ഒരു മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ മനസ്സിൽ ഓർക്കുക, ആർക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഞാനിങ്ങനെ ഈ ഒരു ടെലിപ്പതിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കും ഇതിന്റെ ആവശ്യം എന്താണ്, കാരണം ഇന്ന് വേണമെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ പോരെ, വളരെ ഈസിയാണ് അല്ലേ അങ്ങനെ പറയും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും ആ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളുമായിട്ട് ഒന്ന് പിണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്കും മെസ്സേജ് അയക്കാൻ ഒരു മടി. ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ആവശ്യകത എന്താണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ഫോണിൽ ഒരു ഹായ് അയച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ, അതിനെന്തിനാണ് ഞാൻ ഇത്രയും ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയും നമ്മളുടെ ഒരു സെൻസ്, എക്സ്ട്രാ ഒരു സെൻസറി പവർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത്, എങ്ങനെ നമുക്ക് ഈ ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. നമ്മളുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരു വ്യക്തി, നമുക്കും നമ്മളോടും അടുപ്പമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. പകരം നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു മെസ്സേജ് അയക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അതിലൂടെ സക്സസ് ആകാനായിട്ട് സാധിക്കും. ഫോക്കസ് യുവർ തോട്ട്. നമ്മൾക്ക് ഈ ടെലിപ്പതി വഴി ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം. അതായത് ഒരു ഫിസിക്കൽ വേൾഡിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്നാൽ, ഒരു മെഡിറ്റേറ്റീവ് അല്ലെ ഒരു ധ്യാനത്തിന്റെ ഒരു സ്റ്റേറ്റിലേക്കൊക്കെ വന്നെങ്കിൽ മാത്രമേ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന് നമ്മൾ ഏകദേശം മെഡിറ്റേഷൻ ചെയ്യുന്ന അതേ ഒരു സ്റ്റേറ്റിലേക്ക് മാറണം. പുറമേ നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ്, ഒച്ചയും ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കണ്ണുകൾ അടച്ച് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ദീർഘമായിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഒരുപാട് ടെൻഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ആകുലതകളൊക്കെയും നമ്മൾ അതിനോടുകൂടി എക്സേൽ ചെയ്യുന്നതായിട്ട് കാണുക. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ടെലിപ്പതി ചെയ്യുമ്പോൾ ഇത് സക്സസ് ആവുമോ, അല്ലെങ്കിൽ ആ ആൾ എനിക്ക് അയക്കും, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പേ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളും ഒക്കെയും നമ്മളൊന്ന് കാം ഡൗൺ, മനസ്സൊന്ന് ശാന്തമാകുന്നത് വരെ ഒന്ന് ക്ഷമയോടെ കാത്തിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാവുള്ളൂ. അപ്പൊ എപ്പോഴാണ് നമ്മുടെ മനസ്സ് നമുക്ക് തന്നെ അറിയാം ഒന്ന് റിലാക്സ്ഡ് ആയി, ഒന്ന് ശാന്തമായി, വലിയ വലിയ ആകുലതകളൊന്നും ഇല്ലാതെ നമ്മൾ ഇരിക്കുന്ന ഒരു മൊമെന്റ് എപ്പോഴാണോ ആ ഒരു ടൈം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമുക്ക് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് സാധിക്കും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ ആരെക്കാണോ മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വിഷ്വലൈസ് ചെയ്യുക.
നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ എഫക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. നമ്മളുടെ മനസ്സിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്ന ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. അവിടെ ആ ആളെ കുറിച്ച് നിങ്ങൾ മനസ്സിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ആളുടെ രൂപം, അല്ലെങ്കിൽ കളറ്, എല്ലാം നിങ്ങളൊന്ന് ഭാവനയിൽ കാണുക. അപ്പൊ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആള് നിൽപ്പുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനിയും നിങ്ങളുടെ കയ്യിൽ ആ വ്യക്തിയുടെ ഫോട്ടോ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോട്ടോയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും ഈ ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്മിറ്റ് യുവർ മെസ്സേജ്. നിങ്ങൾ എന്താണോ ആ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം ആ വ്യക്തിയോട് നിങ്ങളുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ടല്ലോ, നമ്മൾ അവിടം വരെയും വിഷ്വലൈസ് ചെയ്ത് നിൽക്കുകയാണ്. ആ ആളെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നേർക്ക് നേരെ നിന്ന് പറയുന്നത് പോലെ തന്നെ ആ മെസ്സേജ് നിങ്ങൾ പറയുക. ഒരിക്കലും ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ കാര്യം പറയുന്നതിന് പകരം ചെറുതായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യുക. അപ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. ആ വ്യക്തിയോട് നീ എനിക്കൊരു മെസ്സേജ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, ഒരു ഹായ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വേണം ആ ആളോട് പറയാം. അപ്പൊ നമ്മൾ മനസ്സിൽ കാണുക നമ്മൾ ആ ആളോട് സംസാരിക്കുകയാണ്. ഒരിക്കലും ഫോർമൽ ആയിട്ടുള്ള ഒരു ടോക്കിന്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ ആ വ്യക്തി, നമുക്ക് പ്രിയപ്പെട്ട ആ ആളോട് സംസാരിക്കുന്ന അതേ രീതിയിൽ വേണം ഈ കാര്യം പറയാൻ. നീ എന്താണ്, കുറെ നാളായല്ലോ വിളിച്ചിട്ട്, എങ്ങനെയാണോ നമ്മളുടെ സംസാര ശൈലി ആ വ്യക്തിയോടുള്ളത് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ലാതെ ആ ഒരു സാധാരണ സംസാര ശൈലിയിൽ തന്നെ പറയുക. ഒന്ന് വിളിക്കുന്നേ, ഒന്ന് മെസ്സേജ് അയക്കുന്നേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കാര്യം അവരോട് പറയുക. നമ്മൾ പറയുമ്പോൾ ആ വ്യക്തി അത് കേൾക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ആ സംസാരം അതിൻ്റെതായ രീതിയിൽ തന്നെ വൈൻഡപ്പ് ചെയ്യുക. അതായത് കാര്യം എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു താങ്ക് യു പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫോർമലായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു താങ്ക് യു ഒന്നും ആയിരിക്കരുത്. എന്നാൽ ഓക്കേടാ ശരി, നമ്മളൊരു ബൈ പറഞ്ഞ് അതൊന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ടോക്ക് അവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ടെലിപ്പതിയെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജിന് പകരം എന്തെങ്കിലും ഒരു ഇമേജ് മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം ആ ഒരു ഇമേജിനെ കുറിച്ച് ഇതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ആള്, അതായത് നിങ്ങൾ ആരുമായിട്ടാണോ ഈ ടെലിപ്പതി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയോടും ഇതേപോലെ ഒരു കാമായിട്ടുള്ള എൻവയോൺമെന്റിൽ ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുക. അതിനുശേഷം ആ വ്യക്തിയോട് ഒന്ന് മനസ്സിൽ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ചിന്തിച്ചെടുത്ത ആ ഒരു ഇമേജ്, എക്സാമ്പിൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വെജിറ്റബിളോ വാട്ടെവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആപ്പിൾ ആകാം, ഫ്രൂട്ടോ, എന്തായാലും നമ്മളൊരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അവിടെയും ഈ റിസീവർ ആർക്കാണോ നമ്മൾ ഈ ടെലിപ്പതി അയച്ചത് ആ വ്യക്തിയോടും കാമായിട്ടുള്ള എൻവയോൺമെന്റിൽ ഇരുന്നതിന് ശേഷം എന്താണോ അവരുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചതെന്ന് ആ കാര്യം ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതും ഒരു പേപ്പറിൽ എഴുതി നോക്കുക. ഫസ്റ്റ് ടൈം നമ്മൾ സക്സസ് ആവുമെന്ന് ഉറപ്പ് പറയാനൊന്നും സാധിക്കില്ല, പക്ഷെ നമ്മൾ ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സക്സസ് റേറ്റ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.